ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് നാരായണീയ പഠിതാക്കളായിട്ടുള്ള നമ്മളെ സംബന്ധിച്ച് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് നാരായണീയ ദിനം, വൃശ്ചികം 28. അപ്പോൾ അതില് വ്യാഖ്യാനങ്ങളിൽ പറയുന്നുണ്ട്, ഇത് സമർപ്പിച്ച ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു എന്നാണ്. അപ്പൊ ഇന്ന് സന്ദർഭവശാൽ ഇന്നും ഞായറാഴ്ചയാണ്. അപ്പോ എങ്ങനെയാണ് നാരായണീയ രചന ഉണ്ടായതെന്നും നാരായണീയ ആചാര്യന്റെ എന്തായിരുന്നു അവിടെ വരാനും ഗുരുവായൂർ വരാനും ഭജനം ഇരിക്കാനും ഒക്കെ ഉള്ള സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് പലപ്പോഴായിട്ട് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിലും നാരായണീയ ദിനം എന്നുള്ള ആ ഒരു ദിവസത്തെ അനുസ്മരിക്കുമ്പോൾ നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് ആലോചിച്ചു നോക്കാം. വളരെ ഗുരുഭക്തിയുള്ള ഒരാളായിരുന്നു ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. അപ്പോ ഗുരുവിന്റെ രോഗം സർവാത്മന സ്വീകരിച്ച്, അങ്ങനെയാണ് ഗുരുവിനെ ആ രോഗത്തിൽ നിന്ന് വിമുക്തനാക്കണം എന്ന് ആഗ്രഹിച്ചിട്ട്. അപ്പോൾ ഇതൊന്നും ഇപ്പോഴത്തെ കാലത്തും അന്നത്തെ കാലത്തും വളരെ വിശ്വസിക്കാൻ തന്നെ പ്രയാസമുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത്. അപ്പോ അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അപ്പോ ആ ഗുരുവിന് രോഗവിമുക്തി ഉണ്ടായി. പക്ഷെ ഇദ്ദേഹത്തിന് രോഗലക്ഷണങ്ങള് തീവ്രമായി. അപ്പോ ഗുരുവായൂരിൽ വരണം, അവിടെ ഭജനം ഇരിക്കണം എന്നുള്ള ഒരു തോന്നല് ഉള്ളിലുണ്ടായി എന്നാണ് പറയുന്നത്. അപ്പൊ അതും ഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ്. എല്ലാം ഭഗവത് പ്രേരണ എന്നുള്ളത് നമ്മൾ നാരായണീയത്തില് പല സന്ദർഭങ്ങളിലും പഠിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഗുരുവായൂരിൽ വരികയാണ്, സഹോദരന്റെ കൂടെ അവിടെ വന്ന് ഭജന ഇരിക്കുകയാണ്. അപ്പോ എങ്ങനെ ചെയ്യണം എന്നൊന്നും ചിലപ്പോ ആ ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷെ അതൊക്കെ ഭഗവാൻ തന്നെ തോന്നിപ്പിച്ചു. ഭാഗവതത്തിനെ സംഗ്രഹിച്ച് ഓരോ ദിവസവും കഥകള് ചൊല്ലിക്കേൾപ്പിക്കുകയാണ് ഗുരുവായൂരപ്പന്റെ മുന്നില്. അപ്പോ 10 ശ്ലോകങ്ങൾ അടങ്ങുന്ന ഒരു ദശകം അങ്ങനെയാണ് അവിടെ സമർപ്പിച്ചത്. അപ്പൊ ആദ്യത്തെ 2 ദശകങ്ങളില് രോഗാവസ്ഥയെ ഒന്നും പറയുന്നില്ല. അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥയുണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ രോഗത്തെ പറ്റി ശ്രദ്ധിക്കാതെ, പിന്നെ ഓരോ ദശകങ്ങളിലും എങ്ങനെയാണ്, എത്ര മനോഹരമായിട്ടാണ് ആ പദങ്ങളെ കൊണ്ട് ഒരു മാല അണിയിക്കുന്നത് ഭഗവാനെ എന്നുള്ളത് നമ്മള് നാരായണീയം പഠിക്കുന്ന നമുക്കൊക്കെ ഇപ്പോ വളരെ സുപരിചിതമായിട്ടുണ്ട് ആ ഒരു സന്ദർഭങ്ങളൊക്കെ. അപ്പൊ ഏത് വിധത്തിലായാലും ഈ നാരായണീയം പഠിക്കാനും, അത് ഭാഗവതത്തെ പ്രത്യക്ഷ കൃഷ്ണ എന്നാ പറയുന്നത്. അതുപോലെ തന്നെ നാരായണീയവും പ്രത്യക്ഷ കൃഷ്ണൻ തന്നെയാണ് എന്ന് ആരൊക്കെ അങ്ങനെ ആ ഗുരുവായൂരിലെത്തിയ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് അവിടെ അദ്ദേഹത്തിന്റെ ആ ഭജനം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നാരായണീയ രചന സ്റ്റാർട്ട് ചെയ്തു. വളരെ ചില ക്ലേശകരമായിട്ടുള്ള ദിവസങ്ങളായിരുന്നു പലപ്പോഴും ഉണ്ടായിരുന്നത്. എങ്കിലും ഒട്ടും വിടാതെ അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ഗുരുവായൂരപ്പന്റെയും അനുഗ്രഹം ഉണ്ടായിരുന്നു. പലപ്പോഴും ഗുരുവായൂരപ്പൻ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നാരായണീയം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഭാഗവതത്തിലെ ഒരു അംശവും വിടാതെ, അല്ലെങ്കിൽ അതിന്റെ എസൻസ് ഒട്ടും വിട്ടുപോകാതെ, ചിലപ്പോഴൊക്കെ മനോധർമ്മം അനുസരിച്ച് പല കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് അങ്ങനെയൊക്കെ ആണ് നാരായണീയ രചന മുന്നോട്ട് പോയത്. അപ്പോൾ ഇന്ന് നാരായണീയം വായിക്കുന്നവരുടെ
സംഖ്യ എത്രയാണെന്നുള്ളത് പറയാൻ സാധിക്കില്ല. അപ്പൊ നാരായണീയത്തെ ഹൃദയത്തോട് ചേർത്തിട്ടുള്ള ആളുകളാണ് ഇന്ന് ഒരുപാടുള്ളത്. അപ്പോ ഗുരുവായൂരിൽ വരുന്ന എല്ലാവരും അപ്പോ എന്താ പറയാ, ഈ നാരായണീയത്തിനെ അറിയാത്തവരായിട്ട് ഇപ്പൊ ഇന്ന് ആരും ഉണ്ടാവില്ല. അത്രയും പ്രസിദ്ധമായി നാരായണീയം. കാരണം ഇതാണ്, രോഗശാന്തിക്ക്, രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ രോഗം മാത്രമല്ല, മാനസികമായിട്ടും എല്ലാ വിധത്തിലുമുള്ള രോഗശാന്തി ആണ് ഈ നാരായണീയം എന്നുള്ള ഈ ഇതൊരു ഔഷധമായിട്ടാണ്, മഹാ ഔഷധമായിട്ടാണ്. കാരണം ഭഗവാൻ എന്ന് പറയുന്നത് ആരാണ്? വൈദ്യനാഥനാണ്. എല്ലാ വൈദ്യന്മാരുടെയും എല്ലാവരും പറയില്ലേ, നീ നല്ലോണം പ്രാർത്ഥിച്ചോളൂ, ഞങ്ങൾക്ക് ഡോക്ടർമാർക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയില്ലേ, അതുപോലെ. അപ്പോ എന്ന് പറഞ്ഞാൽ ഈ വൈദ്യനാഥനെയാണ് നമുക്കെല്ലാം ആശ്രയിക്കേണ്ടത്. ഇപ്പൊ നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്. നമുക്കൊക്കെ ഇത് പഠിക്കാനും ഇതിനെപ്പറ്റി മനസ്സിലാക്കാനും ഉള്ള ഒരു സന്ദർഭത്തിൽ കൂടിയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വയം സമാധാനിക്കാം. നമ്മളൊക്കെ ഗുരുവായൂരപ്പന്റെ സ്വന്തം ആളുകളാണ്, നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് എന്നുള്ളത് വളരെ ഒട്ടും സംശയം കൂടാതെ പറയാം. നമുക്ക് കഴിയുന്നത്ര നമ്മൾ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നതും ഇതിനു വേണ്ടിയാണ്. അപ്പൊ ഇന്ന് നാരായണീയ ദിനത്തോടനുബന്ധിച്ച് നമുക്ക് കുറച്ച് ദശകങ്ങൾ, ഇപ്പൊ 10 ദശകമാണ് നമ്മളിവിടെ ആലോചിച്ചിട്ടുള്ളത് ചെയ്യാനായിട്ട്. ആ 10 ദശകങ്ങൾ നമുക്ക് ചൊല്ലി സമർപ്പിക്കാം. ആദ്യത്തെ ദശകം നമുക്ക് ആരംഭിക്കാം. ഹരി ഓം. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമന്നാരായണീയം ദശകം 1, ഭഗവത് സ്വരൂപ വർണ്ണനം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഏവം ദുർലഭ്യ വസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേത്യദന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബദജന ക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേ താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. സത്വം യത്തത്പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതേർഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശഃ ശ്രൂയത്തെ വ്യാസവാക്യം. തത്സ്വച്ഛത്വാദ്യദച്ഛാദിതപരസുഖചിദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ. കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വചസ്ത്വത്കലാസ്വേവ ഭൂമൻ. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ. തസ്യാഃ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. തത്തേ പ്രത്യഗ്രധാരാധര ലളിതകളായാവലീകേളികാരം ലാവണ്യസ്യൈകസാരം സുകൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം. ലക്ഷ്മീ നിശങ്കലീലാനിലയനമൃതസ്യന്ദസന്തോഹമന്ദ സിഞ്ചത് സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. കഷ്ടാതേ സൃഷ്ടിചേഷ്ടാ ബഹുതര ഭവഖേദാവഹ ജീവഭാജാം ഇത്യേവം പൂർവമാലോചിതമചിതമയാ നൈവ മദ്യാഭിജാനേ.
नो चेज्जीवाः कथं वा मधुरतरमिदं त्वद्वपुश्चिद्रसार्द्रं नेत्रैः श्रोत्रैश्च पीत्वा परमरससुधाम्भोधिपूरे रमेरन् नम्राणां सन्निधत्से सततमपि पुरस्तैरनभ्यर्थितानप्यर्थान् कामान् अजस्रं वितरसि परमानन्दसान्द्रां गतिं च इत्थं निःशेषलभ्यो निरवधिकफलपारिजातो हरे त्वं क्षुद्रं तं शक्रवाटीद्रुममभिलषति व्यर्थमर्थिव्रजोऽयम् कारुण्यात् काममन्यं ददति खलु परे स्वात्मदस्त्वं विशेषात् ऐश्वर्यादिशदेन्ये जगति परजने स्वात्मनोऽपीश्वरस्त्वं त्वय्युच्चैरारमन्ति प्रतिपदमधुरे चेतनास्फीतभाग्याः त्वं चात्मा राम एवेत्यतुलगुणगणाधारशौरे नमस्ते ऐश्वर्यं शङ्करादीश्वर विनियमनं विश्वतेजोहराणां तेजः संहारि वीर्यं विमलमपि यशो निःस्पृहैश्चोपगीतम् अङ्गासङ्गा सदा श्रीरखिलविदसि न क्वापि ते सङ्गवार्ता तद्वातागारवासिन्मुरहर भगवच्छब्दमुख्याश्रयोऽसि सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द। ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദശകം 2 ഭഗവത് രൂപവർണ്ണനം. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഭാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലത്കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാംഗുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്കസംഗദ ഗദാശംഖാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത്പീതാംബരാലംബിനി ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിദം യത്രൈലോക്യമഹീയസോऽഭിമഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോऽപി മധുരം മാധുര്യദുര്യാദപി സൗന്ദര്യോത്തരതോऽപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോऽപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. തത്താദൃങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാപദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാദചാപലബലാച്ചാപല്യവാർത്തോദഭൂത് ലക്ഷ്മീസ്താവകരാമണീയഗഹൃദൈവേയം പരേഷ്വസ്തിരേതി അസ്മിന്നന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ. യേ തുധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാസ്ത്വേഷേഷ വസതി സ്ഥിരൈവ ദയിത പ്രസ്താവദത്താദരാം. ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരചിത്രസായനമയം ചേതോഹരം ശൃണ്വതാം. സദ്യ പ്രേരയതേ മതിം മദയതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യഭിഷീദബാഷ്പവിസരൈരാനന്ദമൂർച്ഛോദ്ഭവൈ. ഏവം ഭൂതദയാ ഹി ഭക്ത്യഭിഹിതോ യോഗഃ സ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഭ്രശോത്തമതരോ യോഗീശ്വരൈർഗീയതേ. സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മികാ ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യാ രമാവല്ലഭാ. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം
തദ്ദൂര്യേത്യ ഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി അത്യായാസകരാണി കർമ്മപടലാന്യാചര്യ നിര്യന്മല ബോധേ ഭക്തിപഥേ തവാപ്യുചിതദാമായാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർബ്രഹ്മാഖ്യമന്യേ പുനശ്ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിः സിദ്ധ്യന്തി ജന്മാന്തരൈ ത്വദ്ഭക്തിസ്തു കഥാരസാമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീമക്ലേശദസ്തന്വതി സദ്യസിദ്ധികരീ ജയത്യയി വിഭോ സൈവാസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢിരസാർദ്രതാദ്രുതതരം വാതാലയാധീശ്വര. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദശകം 34 രാമായണ കഥ ഹനുമത് സംഗമം വരെ. ഗീർവാണൈരർഘ്യമാനോ ദശമുഖനിധനം കോസലേ ശൃശ്വശൃംഗേ പുത്രീയാമിഷ്ടിമിഷ്ട്വാ ദദുഷി ദശരഥക്ഷ്മാഭൃതേ പായസാഗ്ര്യം തദ്ഭുക്ത്യാ തത്പുരന്ദ്രീഷ്വപി തിസൃഷു സമം ജാതഗർഭാസു ജാതോ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമഥ ഭരതേനാപി ശത്രുഘ്നനാമ്നാ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കോദണ്ഡീ കൗശികസ്യ ക്രതുവരമവിദും ലക്ഷ്മണേനാനുയാതോ യാതോ ഭൂസ്താദവാച മുനികഥിതമനുദ്വന്ദ്ശാന്താധ്വഖേദ നൃണാം ത്രാണായ ബാണൈർ മുനിവചനബലാത് താടകാം പാടയിത്വാ ലബ്ധ്വാസ്മാദസ്ത്രജാലം മുനിവനമഗമോ ദേവസിദ്ധാശ്രമാഖ്യാം മാരീജം ദ്രാവയിത്വാ മഖശിരസി ശരൈരന്യരക്ഷാംസി നിഘ്നൻ കല്യാം കുർവന്നഹല്യാം പഥി പദരജസാ പ്രാപ്യ വൈദേഹഗേഹം ഭിന്ദാനശ്ചാന്ദ്രചൂഡം ധനുരവനിസുതാമിന്ദിരാമേവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠധാസ്ത്വം ത്രിഭിരപി ച സമം ഭ്രാതൃവീരൈः സദാരൈः ആരുന്ധാനേരുഷാന്ധേ ഭൃഗുകുലതിലകേ സംഗ്രമയ്യ സ്വതേജോ യാതേ യാതോസ്യയോധ്യാം സുഖമിഹ നിവസൻ കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നേനൈകദാധോ ഗതവതി ഭരതേ മാതുലസ്യാധിവാസം താദാരബ്ധോഭിഷേകസ്തവ കില ബിഹത കേകയാധീശപുത്ര്യാ താദോക്ത്യാ യാതു കാമോ വനം അനുജവധൂ സംയുതശ്ചാബധാര പൗരാനാരുധ്യ മാർഗേ ഗുഹനിലയഗതസ്ത്വം ഗജ്ജടാചീരധാരീ നാവാസന്ദീര്യ ഗംഗാം അധിപദവി പുനസ്തം ഭരദ്വാജമാരാത് നത്വാ തദ്വാക്യഹേതോരതിസുഖമവസ ചിത്രകൂടേ ഗിരീന്ദ്രേ ശ്രുത്വാ പുത്രാർത്തിഖിന്നം ഖലു ഭരതമുഖാത് സ്വർഗയാതം സ്വതാതം തപ്തോ ദത്വാംബു തസ്മൈ നിദധിത ഭരതേ പാദുകാം മേദിനീം ച അത്രീം നത്വാധ ഗത്വാ വനമതി വിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാധം സുഗതിമകലയ ചാരുഭോ ശാരഭംഗീം നത്വാഗസ്ത്യം സമസ്താശരനികര സപത്രാകൃതിം താപസേഭ്യഃ പ്രത്യശ്രൗഷി പ്രിയൈഷി തദനുജ മുനിനാ വൈഷ്ണവേ ദിവ്യചാപേ ബ്രഹ്മാസ്ത്രേ ചാഭിദത്തേ പഥി പിതൃസുഹൃദം വീക്ഷ്യ ഭൂയോ ജടായും മോദാദ് ഗോദാദടാന്തേ പരിരമസി പുരാ പഞ്ചവട്യാം വധൂഢ്യാ
പ്രാപ്തായ ശൂർപ്പണഖ്യാ മദനജലധൃതേരർത്ഥനൈർനിസ്സഹാത്മാ താം സൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷാ തേന നിർലൂനനാസാം ദൃഷ്ട്വൈനാം രുഷ്ടചിത്തം ഖരമഭിപതിതം ദൂഷണം ച ത്രിമൂർധം വ്യാഹിംസീരാശരാനപ്യയുധ സമധികാൻ തക്ഷണാദക്ഷദോക്ഷ്മ സോദര്യാ പ്രോക്തവാർത്താ വിവശദശമുഖാദിഷ്ടമാരീചമായാ സാരംഗം സാരസാക്ഷ്യാ സ്പൃഹിതമനുഗത പ്രാവധേർബാണഘാതം തന്മായാക്രന്ദ നിത്യാപിത ഭവദനുജാം രാവണസ്താമഹർഷീത് തേനാർത്തോപി ത്വമന്തഃ കിമപി മുദമധാസ്ത്വദ്വധോപായലാഭാത് ഭൂയസ്തന്വീം വിജിന്വൻ അഹൃതദശമുഖസ്ത്വദ്വധൂമദ്വധേനേത്യുക്ത്വാ യാതേ ജഡായൗ ദിവ മധസുഹൃദഃ പ്രാതനോ പ്രേതകാര്യം ഗൃണ്ണാനം തം കബന്ധം ജഗന്നിധ ശബരീം പ്രേക്ഷ്യ പമ്പാതടേ ത്വം സംപ്രാപ്തോ വാതസൂനും ഋഷമുദിതമനാ പാഹി വാതാലയേശ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ദശകം 35 രാമായണ കഥ സുഗ്രീവ സഖ്യം മുതൽ. നീതസുഗ്രീവ മൈത്രീം തദനു ഹനുമതാ ദുന്ദുഭേ കായമുച്ഛൈ ക്ഷിപ്താംഗുഷ്ഠേന ഭൂയോ ലുലുവിധ യുഗപത്പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവ ഖാദോദ്യതമതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലാമനൈഷീർവിരഹതരളിതസ്ത്വം മദംഗാശ്രമാന്തേ സുഗ്രീവേണാനുജോക്ത്യാ സഭയമഭിയദാ വ്യൂഹിതം വാഹിനീം താം വൃക്ഷാണാം വീക്ഷ്യ ദിക്ഷു ദ്രുതമഥ ദയിതാമാർഗണായാവനം രാം സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാദിശോ മോദശാലി മാർഗേ മാർഗേ മമാർഗേ കവിഭിരഭിദദാത്പ്രിയാ സപ്രയാസൈ ത്വദ്വാർത്താകർണനോദ്യദ്ഗരുദുരുജവ സംവാദി വാക്യ പ്രോത്തീർണോധിരന്തർനഗരി ജനകജാം വീക്ഷ്യ ദത്വാങ്കുലീയം പ്രക്ഷുദ്യോദ്യാനമക്ഷക്ഷപണചണരണ സോഢബന്ധോ ദശാസ്യം ദൃഷ്ട്വാ പുഷ്ട്വാ ചലങ്കാം ജഡിജി സ ഹനുമാൻ മൗലിരത്നം ദദൗ തേ ത്വം സുഗ്രീവാംഗദാദി പ്രബല കപിജമൂ ചക്ര വിക്രാന്ത ഭൂമി ചക്രോഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്രാനുജാ ശ്രീയമാണ തത്പ്രോക്താം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥനാ പാർത്ഥ്യരോഷ പ്രാസ്താഗ്നേയാസ്ത്രതേജസ്ത്രസദുദധിഗിരാ ലബ്ധവാൻ മധ്യമാർഗം കീശൈരാശാന്തരോപാഹൃതഗിരി നികരൈ സേതുമാധാപ്യ യാതോന്യാമർദ്യദംഷ്ട്രാനഖ ശിഖരി ശിലാസാലശസ്ത്രൈ സ്വസൈന്യൈ വ്യാകുർവൻ സാനുജസ്ത്വം സമരഭുവി പരം വിക്രമം ശക്രജേത്രാ വേഗാന്നാഗാസ്ത്രബദ്ധ പദകപതികരുന്മാരുതൈർമോചിതോ ഭൂ സൗമിത്രിസ്തോത്ര ശക്തി പ്രകൃതികളദസുർവാദജാനീതല ശൈലഘ്രാണാത് പ്രാണാനുപേദോ വിഗൃണത കുസൃതി ശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണവജനഹൃദസ്തംഭന കുംഭകർണം സംപ്രാപ്തം കമ്പിതോർവീദമഖിലജമൂ ഭക്ഷിണം വിക്ഷിണോസ്ത്വം ഗൃണ്ണൻ ജംഭാരി സംപ്രേക്ഷിതരഥ കവചൗ രാവണേനാഭിയുധ്യൻ ബ്രഹ്മാസ്ത്രേണാസ്യ ഭിന്ദൻ ഗളദതിമബലാമഗ്നിശുദ്ധാം പ്രഗൃണ്ണൻ ദേവശ്രേണീവരോജ്ജീവിത സമരമൃതൈരക്ഷതൈർ
वृक्षसङ्गैर्लङ्घा भर्त्रा च साकं निजनगरमगा सप्रिय पुष्पकेण प्रीदो दिव्याभिषेकैरयुधसमधिकान् वत्सरान् पर्यरंसीर्मैथिल्यां पापवाचा शिव शिव किल दां गर्भिणीमभ्यहासि शत्रुघ्नेनार्दयित्वा लवणनिशिचरं प्रार्थय शूद्रपाशम् तावद्वाल्मीकिगेहे कृतवसतिरुपासूद सीतासुदौ ते वाल्मीके सुदोद्गाभिदमधुरहृदे राज्ञया यज्ञवाडे सीतां त्वय्याप्तु कामे क्षितिमविशदसौ त्वं च कालार्थितो भू हेदो सौमित्रिकादि स्वयमथ सरयूमग्ननिःशेषभृत्यै साकं नागं प्रयातो निजपदमगमो देव वैकुण्ठमाद्यम् सोऽयं मर्त्यावतारस्तव खलु नियतं मर्त्यशिक्षार्थमेवं विश्लेषार्तिर्निरागस्त्यजनमपि भवेत् कामधर्मादिसक्त्या नो चेत् सोत्मानुभूते कुनु तव मनसो विक्रिया चक्रपाणे सत्वं सत्त्वैकमूर्ते पवनपुरपते व्याधुनु व्याधितापान् सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द ഹരി ഓം. ദശകം 37 കൃഷ്ണാവതാര പ്രസ്താവം. സാന്ദ്രാനന്ദതനോഹരേ നനു പുരാ ദൈവാസുരേ സങ്കരേ ത്വത്കൃത്താപി കർമ്മശേഷവശതോ യേതേ യാതാഗതിം തേഷാം ഭൂതലജന്മനാം ദിതിഭുവാം ഭാരേണ ദൂരാർദിതാ ഭൂമിഃ പ്രാപ വിരിഞ്ചമാശ്രിതപദം ദേവൈഃ പുരൈവാഗതൈ ഹാ ഹാ ദുർജന ഭൂരി ഭാരമഥിതാം പാഥോ നിധൗ പാതു കാമേതാം പാലയ ഹന്ത മേ വിവശതാം സംപൃച്ഛ ദേവാനിമാൻ ഇത്യാദി പ്രചുര പ്രലാപ വിവശാമാലോക്യ ധാതാ മഹീം ദേവാനാം വദനാനി വീക്ഷ്യ പരിതോ ദധ്യൗ ഭവന്തം ഹരേ ഊചേ ചാംബുജഭൂരമൂനയിസുരാ സത്യം ധരിത്ര്യാ വചോ നന്വസ്യ ഭവതാം ച രക്ഷണവിധൗ ദക്ഷോ ഹി ലക്ഷ്മീപതി സർവേ ശർവപുരസ്സരാ വയമിതോ ഗത്വാ പയോ വാരിധിം നത്വാ തം സ്തുമഹേ ജവാദിതി യയുഃ സാകം തവാകേതനം തേ മുക്താനിലശാലി ദുഗ്ധജലധേ സ്ഥിരം ഗതാഃ സംഗതാ യാവത് ത്വത്പദചിന്തനൈകമനസസ്താവത് സപാഥോ ജഭൂഃ ത്വദ്വാചം ഹൃദയേ നിശമ്യ സകലാനാനന്ദയന്നൂജിവാൻ ആഖ്യാതഃ പരമാത്മനാ സ്വയമഹം വാക്യം തദാ കർണ്യതാം ജാനേ ദീനദശാമഹം ദിവിഷദാം ഭൂമേശ്ച ഭീമൈർനൃപൈസ്തത്ക്ഷേപായ ഭവാമി യാദവകുലേ സോഹം സമഗ്രാത്മനാ ദേവാ വൃഷ്ണികുലേ ഭവന്തു കലയാ ദേവാംഗനാശ്ചാവനൗ മത്സേവാർത്ഥമിതി ത്വദീയവചനം പാഥോ ജഭൂരുജിവാൻ ശ്രുത്വാ കർണരസായനം തവ വചഃ സർവേഷു നിർവാപിതസ്വാന്ദേഷ്വീശ ഗതേഷു താവക കൃപാ പീയൂഷ തൃപ്താത്മസു വിഖ്യാതേ മധുരാപുരേ കില ഭവത് സാന്നിധ്യ പുണ്യോത്തരേ ധന്യാം ദേവകനന്ദനാമുദവഹദ്രാജാ സശൂരാത്മജ ഉദ്വാഹാവസിതൗ തദീയ സഹജ കംസോഥ സമ്മാനയൻ ഏതൗ സൂതതയാ ഗതഃ പഥിരഥേ വ്യോമോത്ഥയാ ത്വദ്ഗിരാ അസ്യാസ്ത്വാമതിദുഷ്ടമഷ്ടമസുതോ ഹന്തേതി ഹന്തേരിതഃ സന്ദ്രാസാത് സദുഹന്തുമന്തികഗതാം തന്വീം കൃപാണീമധാത് ഗൃഹ്ണാനശ്ചികുരേഷു താം ഖലമതി ശൗരേശ്ചിരം സ്വാന്തനൈർനോ മുഞ്ചൻ പുനരാത്മജാർപ്പണഗിരാ പ്രീതോഥയാതോ ഗൃഹാൻ ആദ്യം ത്വത്സഹജം തഥാർപ്പിതമപി സ്നേഹേന നാഹന്നസൗ ദുഷ്ടാനാമപി ദേവ പുഷ്ടകരുണാ ദൃഷ്ടാ
हिधे दृष्टा हि धीरे कदा तावत्त्वन्मनसैव नारदमुनिः प्रोचे सभोजेश्वरम् यूयं नन्वसुराः सुराश्च यदवो जानासि किं न प्रभो मायावी सहरिर्भवद्वथ कृते भावी सुरप्रार्थनादित्याकर्ण्य यदूनधूनुदसौ शौरेश्च सूनूनहन् प्राप्ते सप्तमगर्भतामहिपतौ त्वत्प्रेरणान्मायया नीते माधवरोहिणीं त्वमभिभो सच्चित्सुखैकात्मकः देवक्या जठरं विवेशिथ विभो संस्तूयमानः सुरैः तत्त्वं कृष्ण विधूय रोगपटलीं भक्तिं परां देहि मे। हरे कृष्ण। सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द। ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദശകം 38. ശ്രീകൃഷ്ണ അവതാരം. ആനന്ദരൂപ ഭഗവന്നയി ദേവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗ നിരീയമാണൈ കാന്തിവൃജൈരിവ ഘനാഘനമണ്ഡലേത്യാമാവൃണ്വതി വിരുരുചേ കില വർഷവേലാം ആശാസു ശീതളതരാസു പയോദതോയൈ ആശാസിതാപ്തി വിവശേഷു ച സജ്ജനേഷു നൈഷാഗരോദയ വിധൗ നിശിമധ്യമായാം ക്ലേശാപഹസ്ത്രിജഗദാം ത്വമിഹാവിരാസി ബാല്യസ്പൃശാഭിവഭുഷാ ദധുഷാ വിഭൂതി ഉദ്യത്കിരീടകടകാംഗദഹാരഭാസാ ശംഖാരിവാരി ജഗദാ പരിഭാസിതേന മേഘാസിതേന പരിലേസിതസൂതികേഹേ വക്ഷസ്ഥലീ സുഖനിലീന വിലാസി ലക്ഷ്മീ മന്ദാക്ഷലക്ഷിത കടാക്ഷ വിമോക്ഷഭേദൈ തന്മന്ദിരസ്യ ഫലകം സകൃതാമലക്ഷ്മീമുന്മാർജയന്നിവ വിരേജിത വാസുദേവ ശൗരിസ്തു ധീരമുനിമണ്ഡലചേതസോऽപി ദൂരസ്ഥിതം ബഭുരുദീക്ഷ്യ നിജക്ഷണാഭ്യാം ആനന്ദബാഷ്പപുളകോദ്ഗമഗദ്ഗദാർദ്രസ്തുഷ്ടാവ വൃഷ്ടിമകരന്തരസംഭവന്തം ദേവപ്രസീദ പരപൂരുഷതാപവല്ലീ നിർലൂനിതാത്ര സമനേത്രകലാവിലാസിൻ ഖേദാനപാഗുരു കൃപാഗുരുഭിഃ കടാക്ഷൈരിത്യാദിതേന മുദിതേന ചിരം നുതോ ഭൂം മാത്രാ ച നേത്രസലിലാസ്തൃതഗാത്രവല്യ സ്തോത്രൈരഭിഷ്ടുതഗുണകരുണാലയസ്ത്വം പ്രാചീനജന്മയുഗളം പ്രതിബോധ്യതാഭ്യാം മാധുർഗിരാദധിത മാനുഷബാലവേഷം ത്വത്പ്രേരിതസ്തദനു നന്ദതനൂജയാദേ വ്യത്യാസമാരചയിതും സഹി ശൂരസൂനു ത്വാം ഹസ്തയോരധിത ചിത്തവിധാര്യമാരൈ അംബോരുഹസ്തകളഹംസ കിശോരരമ്യം ജാതാ തദാ പശുപസദ്മനിയോഗനിദ്രാ വിമുദ്രിതമഥാകൃതപൗരലോകം ത്വത്പ്രേരണാത് കിമിഹ ചിത്രമചേതനൈര്യദ്വാരൈ സ്വയം വ്യഘടി സംഘടിതൈ സുഗാഢം ശേഷേണ ഭൂരിഭണവാരിതവാരിണാഥ സ്വൈരം പ്രദർശിതപഥോ മണിദീപിതേന ത്വാം ധാരയൻ സഖലു ധന്യതമപ്രദസ്തേ സോയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദശകം 69. രാസക്രീഡ. കേശപാശധൃതപിഞ്ചികാവിതതി സഞ്ജലൻ മകരകുണ്ടലം
ഹാരജാലവനമാലികാലളിതം അംഗരാഗഘനസൗരഭം പീതചേലധൃത കാഞ്ചിത ഉദഞ്ചദം ശുമണിനൂപുരം രാസകേളി പരിഭൂഷിതം തവ ഹി രൂപമീശ കലയാമഹേ താവദേവ കൃതമണ്ഡനെ കലിത കഞ്ചുളീക കുജമണ്ഡലേ ഗണ്ഡലോലമണികുണ്ഡലേ യുവതി മണ്ഡലേധ പരിമണ്ഡലേ അന്തരാസകല സുന്ദരീയുഗള ഇന്ദിരാരമണ സഞ്ചരൻ മഞ്ജുളാം തദനുരാസകേളിമയി കഞ്ചനാഭസമുപാദധാ വാസുദേവ തവ ഭാസമാനമിഹ രാസകേളിരസസൗരഭം ദൂരതോപി ഖലു നാരദാഗതിദം ആഗലയ്യ കുതുകാകുലാ വേഷഭൂഷണ വിലാസപേശല വിലാസിനി ശതസമാവൃത നാഗതോ യുഗപദാഗതാവിയതി വേഗദോധസുരമണ്ഡലീ വേണുനാദകൃതതാനദാനകള ഗാനരാഗഗതിയോജനാലോഭനീയ മൃദുപാദപാതകൃതതാളമേളന മനോഹരം പാണിസങ്കൊണിത കങ്കണം ച മുഹുരം ലംബിത കരാംബുജം ശ്രോണിബിംബജലദംബരം ഭജത രാസകേളിരസഡംബരം സ്പർദ്ധയാ വിരചിതാനുഗാനകൃത താരതാര മധുരസ്വരേ നർത്തനേ ലളിതാംഗഹാര മണിഭൂഷണേ സമ്മദേന കൃത പുഷ്പവർഷമല ഉന്മിഷത് ദിവിശദാം കുലം ചിന്മയേ ത്വയി നിലീയമാനമിവ സമ്മുമോഹ സവധൂകുലം സ്വിന്നസന്നതനു വല്ലരീ തദനു കാവിക നാമ പശുപാംഗന കാന്തമം സമവലംബത്തെ സ്മ തവ താന്തിഭാരമുകുലേക്ഷണ കാജിതാചലിത കുന്തളാനവ പടീരസാരഘന സൗരഭം വഞ്ജനേന തവ സഞ്ചുചുംബഭുജ മഞ്ജിതോരു പുളകാങ്കുരാ കാപിഗണ്ഡഭുവി സന്നിധായ നിജ ഗണ്ഡമാകുലിത കുണ്ടലം പുണ്യപൂരനിധിരന്വവാപതവ പൂഗചർവിതരസാമൃതം ഇന്ദിരാവിഹൃതി മന്ദിരം ഭുവന സുന്ദരം ഹി നടനാന്തരേ ത്വാമവാപ്യദധുരങ്കന കിമു ന സമ്മദോന്മദ
ദശാന്തരം. ഗാനമീശ വിരതം ക്രമേണ കില വാദ്യമേളനമുപാരതം. ബ്രഹ്മസമ്മദരസാകുല സദസി കേവലം നൃദുരംഗന. നാവിദന്നപി ജനീവികാം കിമപി കുന്ദളീമപി ച കഞ്ജുളീം. ജ്യോതിഷാമപി കദംബകം ദിവി വിളംബിതം കിമപരം ബ്രുവേ. മോദസീം നിഭുവനം വിലാപ്യ വിഹൃതിം സമാപ്യ ച തതോ വിഭോ. കേളി സംമൃദിത നിർമ്മലാംഗനവ കർമ്മലേശ സുഭഗാത്മനാം. മന്മഥാസഹന ചേതസാം പശുപയോഷിതാം സുഹൃത ചോദിതസ്താവദാ കലിത മൂർത്തിരാദധിതമാരവീര പരമോത്സവാൻ. കേളിഭേദ പരിലോളിതാഭിരതിലാളിതാഭിരബലാളിഭി. സ്വൈരമീശനനു സൂരജാപയസി ചാരുനാമ വിഹൃതിം വ്യഥാ. കാനനേ ബിജ വിസാരി ശീതള കിശോരമാരുത മനോഹരേ. സൂനസൗരഭമയേ വിലേസിത വിലാസിനി ശതവിമോഹനം. കാമിനീരിതി യാമിനീഷു ഖലു കാമനീയകനിധേ ഭവാൻ. പൂർണ്ണസമ്മദരസാർണവം കമപി യോഗി ഗമ്യമനുഭാവയൻ. ബ്രഹ്മശങ്കരമുഖാനപീഹ പശുപാങ്കനാസു ബഹുമാനയൻ. ഭക്തലോകഗമനീയ രൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം. ഭക്തലോകഗമനീയ രൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ദശകം 75 കംസവധം. പ്രാതഃസന്ദ്രസ്തഭോജക്ഷിതിപതിവജസാ പ്രസ്തുതേ മല്ലദൂരേ. സംഘേ രാജ്ഞാം ച മഞ്ജാനഭിയയുഷി ഗദേ നന്ദഗോപേഭി ഹർമ്മ്യം. കംസേ സൗധാധിരൂഢേ ത്വമഭി സഹബല സാനുഗശ്ചാരുവേഷോ. രംഗദ്വാരം ഗതോ ഭൂ കുപിത കുവലയാ പീഡനാഗാവലീഢം. പാപിഷ്ടാവേഹി മാർഗാദ് ദ്രുതമിതി വജസാ നിഷ്ഠുര ക്രുദ്ധബുദ്ധേരംബഷ്ടസ്യ പ്രണോദാദധിക ജവജുഷാ ഹസ്തിനാ ഗൃഹ്യമാണേ. കേളീമുക്തോऽഥ ഗോപീകുജകലശചിര സ്പർദ്ധിനം കുംഭമസ്യ വ്യാഹത്യാലീയഥാസ്ത്വം ചരണഭുവി പുനഃ നിർഗതോ വൽഗുഹാസി. ഹസ്തപ്രാപ്യോപ്യഗമ്യോ ഝടിതി മുനിജനസ്യേവ ധാവൻ ഗജേന്ദ്രം. ക്രീഡന്നാപാത്യ ഭൂമൗ പുനരഭിപതതസ്തസ്യ ദന്തം സജീവം. മൂലാദുന്മൂല്യ തന്മൂലഗമഹിതമഹാമൗക്തികാന്യാത്മമിത്രേ. പ്രാദാസ്ത്വം ഹാരമേഭിർലളിത വിരചിതം രാധികായൈ ദിശേതി.
गृह्णानं दन्तमंसेयुधमथ हलिनारङ्गमङ्गाविशन्दं त्वां मङ्गल्याङ्गभङ्गीरभस्वहृदमनो लोचना वीक्ष्य लोका हंहो धन्यो हि नन्दो नहि पशुपालाङ्गना नो यशोदा नो धन्येक्षणा स्मस्तृजगदि वयमेवेदि सर्वे शशंसु पूर्णं ब्रह्मैव साक्षान्निरवधि परमानन्दसान्द्रप्रकाशं गोपेषु त्वं विलासीर्नः खलु बहुजनैस्तावदा वेदितो भू दृष्ट्वा त्वां तदेदं प्रथममुपगदे पुण्यकाले जनौखा पूर्णानन्दा विपापा सरसमभिजगुस्तुत्कृतानि स्मृतानि चाणूरो मल्लवीरस्तदनु नृपगिरा मुष्टिगो मुष्टिशाली त्वां रामं चाभिपेदे झडझडदि मिथो मुष्टिपादादिरूक्षम् उत्पादापादनाकर्षण विविधरणान्यासदां तत्र चित्रं मृत्यो प्रागेव मल्लप्रभुरगमदयं भूरिशो बन्धमोक्षान् हादिक्कष्टं कुमारौ सुललितवपुषौ मल्लवीरौ कठोरौ न दृश्यामो व्रजामस्तुरिदमिति जने भाषमाणे तदानीं चाणूरं तं करोद्ब्राह्मणविगलदसुं बोधयामासिधोर्व्यां पिष्टो भून्मुष्टिको विद्रुतमथ हलिना नष्टशिष्टैर्दधावे कंसः संवार्य तूर्यं खलमदिरविदन् कार्यमार्यान् पितॄंस्तानाहन्तुं व्याप्तमूर्तेस्तव च समशिषद्दूरमुत्सारणाय रुष्टो दुष्टोक्तिभिस्त्वं गरुड इव गिरिं मञ्जन्नुदञ्जत् गड्गव्यावल्गदुःसंग्रहमपि च हठात् प्राग्रहीरौग्रसेनीं सद्यो निष्पिष्टसन्धिं भुवि नरपदिमापात्य तस्योपरिष्टात् त्वय्यापात्ये तदैव त्वदुपरि पतिता नागिनां पुष्पवृष्टि किं भ्रूमस्तदानीं सददमभिभियात् त्वद्गदात्मा सभेजे सायुज्यं त्वद्वधोत्था परमियं वासनाकालनेमि तद्भ्रातृनष्टपिष्ट्वा द्रुतमथ पितरौ सन्नमन्नुग्रसेनं कृत्वा राजानमुच्चैर्यदुकुलमखिलं मोदयन् कामदानै भक्तानामुत्तमं चोद्धवमरगुरोराप्तनीतिं सखायं लब्ध्वा तुष्टो नगर्यां पवनपुरपते रुन्धि मे सर्वरोगान् सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द हरि ओम दशकं 98 निष्कळब्रह्मोपासना यस्मिन्नेतद्विभातं यदैदमभवत् येन चेदं ययेदत् योऽस्मादुत्तीर्णरूपः खलु सकलमिदं भासितं यस्य भासा यो वाचां दूरदूरे पुनरपि मनसां यस्य देवा मुनीन्द्रा नो विद्युस्तत्त्वरूपं किमु पुनरपरे कृष्ण तस्मै नमस्ते जन्माथो कर्म नाम स्फुटमिह गुणदोषादिगं वा न यस्मिन् लोकानामुदये यः स्वयमनुभजते तानि मायानुसारी बिभ्रच्छक्तिररूपोऽपि च बहुधररूपो विभात्यद्भुतात्मा तस्मै कैवल्यधाम्ने पररसपरिपूर्णाय विष्णो नमस्ते नो तिर्यञ्जं न मर्त्यं न च सुरमसुरं न स्त्रियं नो पुमांसं न द्रव्यं कर्म जातिं गुणमपि सदसद्वापि ते रूपमाहुः शिष्टं यत्स्यान्निषेधे सदि निगमशतैर्लक्षणावृत्तितस्तत्कृच्छ्रेणावेद्यमानं परमसुखमयं भाति तस्मै नमस्ते
മായായാം ബിംബിതസ്ത്വം സൃജസി മഹദഹങ്കാര തന്മാത്രഭേദൈർ ഭൂതഗ്രാമേന്ദ്രിയാദ്യൈരപി സകല ജഗത് സ്വപ്ന സങ്കൽപ്പകൽപം ഭൂയ സംഹൃത്യ സർവം കമഠ ഇവ പദാന്യാത്മനാ കാലശക്ത്യാ ഗംഭീരേ ജായമാനേ തമസി വിധിമിരോഭാസി തസ്മൈ നമസ്തേ. ശബ്ദബ്രഹ്മേതി കർമ്മേത്യനുരിതി ഭഗവൻ കാല ഇത്യാലപന്തി ത്വാമേകം വിശ്വഹേതും സകലമയതയാ സർവഥാ കൽപ്യമാനം വേദാന്തൈര്യത്തു ഗീതം പുരുഷപരചിദാത്മാഭിധം തത്തു തത്വം പ്രേക്ഷാമാത്രേണ മൂല പ്രകൃതി വികൃതി കൃത് കൃഷ്ണ തസ്മൈ നമസ്തേ. സത്വേന സത്തയാ വാ ന ച ഖലു സദസത്വേന നിർവാച്യ രൂപാ ധത്തേയാ സാവവിദ്യാ ഗുണഫണിമതിര വിശ്വദൃശ്യാവഭാസം വിദ്യാത്വം സൈവ യാദാ ശ്രുതിവചനലവൈർയത്കൃപാസ്യന്തലാഭേ സംസാരാരണ്യ സദ്യസ്തൃടന പരശുതാമേതി തസ്മൈ നമസ്തേ. ഭൂഷാസു സ്വർണവദ്വാ ജഗതി ഖഡശരാവാദികേ മൃത്തികാവത് തത്വേ സഞ്ചിന്യമാനേ സ്ഫുരതി തദധുനാപ്യദ്വിതീയം വപുസ്തേ സ്വപ്നദ്രഷ്ടുഃ പ്രബോധേ തിമിരലയ വിധൗ ജീർണരജ്ജോച്ഛദ യദ്വത് വിദ്യാലാഭേ തഥൈവ സ്ഫുടമപി വികസേത് കൃഷ്ണ തസ്മൈ നമസ്തേ. യദ്ഭിത്യോദേതി സൂര്യോ ദഹതി ച ദഹനോ വാതി വായുസ്തദാന്യേ യദ്ഭീതാ പദ്മജാദ്യ പുനരുചിതബലീനാഹരന്തേനു കാലം യേനൈവാരോപിതാ പ്രാങ്നിജപദമപി തേ ഹ്യാവിതാരശ്ച പശ്ചാത് തസ്മൈ വിശ്വം നിയന്ത്രേ വയമപി ഭവതേ കൃഷ്ണ കുർമ പ്രണാമം. ത്രൈലോക്യം ഭാവയന്തം ത്രിഗുണമയമിദം ത്ര്യക്ഷരസ്യൈകവാച്യം ത്രീശാനാമൈക്യരൂപം ത്രിഭിരപി നിഗമൈർഗീയമാനസ്വരൂപം തിസ്രോവസ്ഥാവിദന്തം ത്രിയുഗജനിജുഷം ത്രിക്രമാക്രാന്തവിശ്വം ത്രൈകാല്യേ ഭേദഹീനം ത്രിഭിരഹമനിശം യോഗഭേദൈർഭജേ ത്വാം. സത്യം ശുദ്ധം വിബുദ്ധം ജയതി തവ വപുർനിത്യമുക്തം നിരീഹം നിർദ്വന്ദ്വം നിർവികാരം നിഖില ഗുണഗണ വ്യഞ്ജനാധാരഭൂതം നിർമൂലം നിർമ്മലം തന്നിരവധി മഹിമോല്ലാസി നിർലീനമന്തർനിസംഗാനാം മുനീനാം നിരുപമ പരമാനന്ദ സാന്ദ്ര പ്രകാശം. ദുർവാരം ദ്വാദശാരം ത്രിശതപരിമിളത് ഷഷ്ടിപർവാഭിവീതം സംഭ്രാമ്യത് ക്രൂരവേഗം ക്ഷണമനുജഗദാച്ഛിദ്യ സന്ധാവമാനം ചക്രം തേ കാലരൂപം വ്യഥയതു നതു മാം ത്വത്പദൈകാവലംബം വിഷ്ണോ കാരുണ്യസിന്ധോ പവനപുരപതേ പാഹി സർവാമയൗഘാത്. ചക്രം തേ കാലരൂപം വ്യഥയതു നതു മാം തത്ത്വത്പദൈകാവലംബം വിഷ്ണോ കാരുണ്യസിന്ധോ പവനപുരപതേ പാഹി സർവാമയൗഘാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ദശകം 100 ഭഗവാന്റെ കേശാദിപാദം. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായ വലീലോഭനീയം പീയൂഷപ്ലാവിദോഹം തദനു തദുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതങ്കൈരാവീതം നാരദാദ്യൈർവിലസതുപനിഷത്സുന്ദരീ മണ്ഡലൈശ്ച.
നീലാഭം കുഞ്ചിതാഗ്രം ഘനമമലതരം സംയതം ചാരുഭംഗ്യാ രത്നോത്തം സാഭിരാമം വലയിതമുദയചന്ദ്രകൈഃ പിഞ്ചജാലൈ മന്ദാരസ്രഗ്നിവീതം തവ പൃഥുകപരീഭാരമാലോകയേഹം സ്നിഗ്ധശ്വേതോർധ്വപുണ്ഡ്രാം അപി ച സുലളിതാം ഭാലബാലേന്ദുവീഥീം. ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവമൃദുലഹരീ ചഞ്ചലഭ്രൂവിലാസൈ ആനീലസ്നിഗ്ധപക്ഷ്മാവലിപരിലസിതം നേത്രയുഗ്മം വിഭോ തേ സാന്ദ്രച്ഛായം വിശാലാരുണകമലദളാകാരമാമുഗ്ധതാരം കാരുണ്യാലോകലീലാശിശിരിതഭുവനം ക്ഷിപ്യതാം മയി അനാഥേ. ഉത്തുംഗോല്ലാസിനാസം ഹരിമണിമുകുരപ്രോല്ലസദ്ഗണ്ഡപാളീ വ്യാലോലത്കർണപാശാഞ്ചിത മകരമണീകുണ്ടലദ്വന്ദ്വദീപ്രം ഉന്മീലദ്ദന്തപങ്ക്തിസ്ഫുരദരുണതരച്ഛായ ബിംബാധരാന്തഃ പ്രീതിപ്രസ്യന്തി മന്ദസ്മിതമധുരതരം വക്ത്രമുദ്ഭാസതാം മേ. ബാഹുദ്വന്ദ്വേന രത്നോജ്വലവലയഭൃതാ ശോണപാണിപ്രവാളേനോപാത്താം വേണുനാളീം പ്രസൃതനഖമയൂഖങ്കുലീ സംഗശാരാം കൃത്വാ വക്രാരവിന്ദേ സുമധുരവികസദ്രാഗമുദ്ഭാവ്യമാനൈ ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം ശിശിരിതഭുവനൈ സിഞ്ചമേ കർണവീഥിം. ഉത്സർപ്പത്കൗസ്തുഭശ്രീദതിഭിരരുണിതം കോമളം കണ്ഠദേശം വക്ഷശ്രീവത്സരമ്യം തരളതരസമുദ്ദീപ്രഹാരപ്രധാനം നാനാവർണപ്രസൂനാവലികിസലയിനീം വന്യമാലാം വിലോലല്ലോലംബാം ലംബമാനാമുരസിതവ തഥാ ഭാവയേ രത്നമാലാം. അംഗേ പഞ്ചങ്കരാഗൈ അതിശയ വികസത് സൗരഭാകൃഷ്ടലോകം ലീനാനേകത്രിലോകീ വിദതിമഭികൃശാം ബിഭ്രതം മധ്യവല്ലീം ശക്രാശ്മന്യസ്തതപ്തോജ്വല കനകനിഭം പീതചേലം ദധാനം ധ്യായാമോ ദീപ്തരശ്മി സ്ഫുടമണിരശനാ കിങ്ങിണീ മണ്ഡിതം ത്വാം. ഊരുച്ചാരുത്തവോരുഖനമസൃണരുചൗ ചിത്തചോരൗരമായ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുഭൗ പീതചേലാവൃതാംഗൗ ആനമ്രാണാം പുരസ്താത് ന്യസനധൃതസമസ്താർത്ഥപാളീ സമുദ്ഗച്ഛായം ജാനുദ്വയം ച ക്രമപൃഥുലമനോജ്ഞേ ച ജംഘേ നിഷേവേ. മഞ്ജീരം മഞ്ജുനാദൈ ഇവ പദഭജനം ശ്രേയ ഇത്യാലവന്തം പാദാഗ്രം ഭ്രാന്തിമഞ്ജത് പ്രണതജനമനോ മന്ദരോദ്ധാരകൂർമ്മം ഉത്തുംഗാതാമ്രരാജന്നഖരഹിമകരജ്യോത്സ്നയാ ചാശ്രിതാനാം സന്താപധ്വന്തഹന്ത്രീം തദിമനുകലയേ മംഗലാമംഗുലീനാം. യോഗീന്ദ്രാണാം ത്വദംഗ്വേഷ്വധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹത്വാ നിശേഷതാവാൻ പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മീം. അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധാ സ്തോത്രം ചൈതത് സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത് ദ്വേധാ നാരായണീയം ശ്രുതിഷു ജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്പീതം ലീലാവതാരൈ ഇദമിഹ കുരുതാമായുരാരോഗ്യ സൗഖ്യം ആയുരാരോഗ്യ സൗഖ്യം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.
സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം ഹന്ത ഭാഗ്യം ജനാനാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. നമ്മുടെ ഇന്നത്തെ ഈ പാരായണം ഇവിടെ സമർപ്പിക്കാം.